Coming up next, ladies and gentlemen, is a skit. Now let me tell you all how this skit is different from any other. Our students have prepared this skit from a chapter they had studied. What do you mean? From a chapter? They turned a chapter they studied into a skit. Wow! And what message do you think it conveys? Its message is that those who help the people in need are those loved by God. I'm pleasantly surprised. So I guess you have to give the stage up for these students. Let's watch the skit, everyone. കാരൻ ലിയോ ടോൾസ്റ്റോയുടെ ഒരു കാത്തിരിപ്പിന്റെ കഥ എന്ന ചെറുകഥയുടെ ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഏവർക്കും സ്വാഗതം. ഇന്ന് എന്തൊരു ചൂടാ. മരിയ, ഈ തുണി ഒന്ന് തുന്നി വെക്ക്. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. പെട്ടെന്ന് വേണം. ആ, ഞാൻ തുന്നി വെക്കാം. നീ പോയിട്ട് വാ. ഞാൻ പോവാട്ടോ. ആ, ശരി. നൂല് കഴിയാനായല്ലോ. ഡി മാരി, എന്താ മമ്മ? നീ ആ കടയിൽ പോയിട്ട് ഒരിക്കട്ട് നൂല് വച്ചിട്ട് വാ. ആ ശരി, വേഗം വരണട്ടോ. ആ, എന്നാ പൈസ. മരിയ, എന്താ എന്താ പറ്റിയത്? മരിയ, എന്താ എന്താ പറ്റിയെന്ന് പറ. നമ്മുടെ മേരി പോയിടി. എന്താ നീ പറഞ്ഞേ? അവള് നമ്മളോട് പറയാതെ എങ്ങോട്ട് പോവാനാ? നമ്മളോട് പറയാതെ എങ്ങോട്ട് പോവാനാ? ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. ദൈവമേ, നീ ആദ്യം എൻ്റെ ഭർത്താവെ കൊണ്ടുപോയി, പിന്നെ എന്റെ മോളെയും കൊണ്ടുപോയി. എനിക്ക് ഞാനുണ്ട്, എനിക്ക് ഞാനുണ്ട് ഭഗവാനെ. എന്തിനാ എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത്? ഞാൻ തേടുന്നേ. മരിയ, എഴുന്നേൽക്കൂ. എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു? എല്ലാം ദൈവത്തിൻ്റെ വിധിയാണ്. ക്ഷമിക്കൂ. നീ നിന്റെ ജോലിയിൽ മുഴുകൂ. മരിയ, മരിയ, നാളെ തെരുവിലേക്ക് നോക്കിക്കോളൂ. ഞാൻ വരും, തീർച്ചയായും വരും. ആരത്? അയ്യോ മുത്തശ്ശി, എന്ത് പറ്റി? അകത്തോട്ട് വരൂ. വിശക്കുന്നുണ്ടോ? ഞാൻ ഭക്ഷണം തരാം. മക്കൾക്കൊന്നും എന്നെ വേണ്ട. അങ്ങനെ ഇറങ്ങി നടന്നതാ ഇങ്ങോട്ട്. മോളെ ദൈവം അനുഗ്രഹിക്കും. മോ
മോളെ വിശക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അയ്യോ, മുത്തശ്ശി നല്ലോണം വിറയ്ക്കുന്നുണ്ടല്ലോ. വരൂ, ഞാൻ കുറച്ച് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. അതെനിക്കുള്ളതാ, സാരമില്ല, മുത്തശ്ശി കഴിച്ചോളൂ. മോളെ നന്ദിയുണ്ട്. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മുത്തശ്ശി നിൽക്കൂ, ഈ പുതപ്പ് പുതച്ചോളൂ. ആപ്പിൾ ആപ്പിൾ, നല്ല മധുരമുള്ള ആപ്പിൾ. 1 കിലോ വെറും 100 രൂപ മാത്രം. ആപ്പിൾ ആപ്പിൾ. ചേച്ചി, 1 കിലോ ആപ്പിളിന് എത്രേ? 100 രൂപ. 1 കിലോ ആപ്പിൾ എടുക്കൂ. ആ ശരി. അയ്യോ, കള്ളൻ കള്ളൻ, അവളെ പിടിക്കൂ. അമ്പിടി കള്ളി, നീ എൻ്റെ ആപ്പിൾ കക്കുന്നോ? അയ്യോ അയ്യോ, ഞാൻ കള്ളനല്ല. എൻ്റെ പക്കലുള്ള പണം ഞാൻ ആപ്പിൾ കൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. രോഗിയായ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആപ്പിൾ എടുത്തത്. അവളെ വിട്. വിടാനല്ല പറഞ്ഞത്, വിട്. അവളുടെ ആപ്പിളിന്റെ പൈസ ഞാൻ തരാം. അവൾ ഞങ്ങൾ ചെയ്യില്ല. അവൾക്കൊരു ആപ്പിൾ വെറുതെ കൊടുക്ക്. സാരമില്ല മോളെ, ഈ ആപ്പിൾ ചേച്ചിയുടെ വക മോളെടുത്തോ. മോളെ നിൽക്ക്, അമ്മൂമ്മയോട് മാപ്പ് പറയൂ. അമ്മൂമ്മേ, അമ്മൂമ്മേ, ഞാനിത് ഇനി ആവർത്തിക്കില്ല. മാപ്പ് അമ്മൂമ്മേ, മാപ്പ്. സാരമില്ല മോളെ, ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ മതി. ദൈവമേ, സമയം ഒരുപാടായല്ലോ. നീ എന്നെ സ്വീകരിച്ചുവല്ലേ? എന്നെ ഓർമ്മയില്ലേ? നീ എനിക്ക് അന്നം നൽകി, നീ ഞങ്ങളെ സംരക്ഷിച്ചു അല്ലേ? ദൈവമേ, ഇതെന്തൊരു മായം. എവിടെ എൻ്റെ ബൈബിൾ? എനിക്ക് വിശന്നപ്പോൾ നീ അപ്പം തന്നു, ദാഹിച്ചപ്പോൾ ജലം തന്നു, അന്യനായിരുന്നപ്പോൾ നീ എന്നെ അകത്തു വിളിച്ച് സ്വീകരിച്ചു. എൻ്റെ എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കാണു നീ അത് ചെയ്തു തന്നത്. പട്ടിണി പാവങ്ങളുടെയും വേദന പേറുന്നവരുടെയും ദുഃഖമകറ്റുന്നവരാണ് യഥാർത്ഥ ദേവദാസന്മാർ. ഏവർക്കും നന്ദി. Wonderful performance that was. And to say what, our students made this skit from a story they read.